സൂപ്പർ. ഗംഭീരമാണ്. മറ്റേ അറക്കൽ മാധവനുണ്ണിയായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു അയിഞ്ഞാട്ട പെർഫോമൻസ് ആണ്. മമ്മൂക്കാൻ്റെ ഒരു പണ്ടത്തിന് മുഖമാണല്ലോ. ഒരു 24 വർഷം മുമ്പുള്ള ഒരു 50-52 വയസ്സുള്ള ഒരു മമ്മൂക്കാൻ്റെ ചെറുപ്പത്തിലുള്ള പെർഫോമൻസ് ആണ്. അപ്പോൾ അതൊരു മിന്നിച്ചിരിക്കുന്നതെന്ന് പറയാം. കാരണം ആദ്യം മുതൽ അവസാനം വരെ മമ്മൂക്കാൻ്റെ ഒരു അഭിനയത്തിൻ്റെ ഒരു വേറിട്ടൊരു മുഖമാണ് കാണുന്നത്. കാരണം നമ്മൾ കസബയിലും ഷൈലോക്കിലൊക്കെ കാണുന്ന പോലെ തന്നെ മാസ് ക്ലാസ് എൻ്റർടൈൻമെൻ്റാണ് സിനിമ. മാസ് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ടും വലിയേട്ടൻ സോക്കെ ടിക്കറ്റ് എടുത്ത് കാണണം എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം 24 വർഷത്തിന് ശേഷം പിന്നെയും റിലീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതിക്ക് മേൽ എൻ്റർടൈൻമെൻ്റാണ്. കാരണം ഫാൻസിൻ്റെ ഒരു കരഘോഷം തന്നെ കാണാം. അപ്പം കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഒരു ആവേശമാണ് മമ്മൂക്കയെ എപ്പോഴും കാണുമ്പോൾ ഇതുപോലെ മാസ് മസാല സിനിമ ചെയ്യുമ്പോൾ. കാരണം മാസ് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. കാരണം ക്ലാസിക് സിനിമയ്ക്ക് ഒരു പ്രേക്ഷകരുണ്ട്, പക്ഷേ മാസ് സിനിമയ്ക്ക് ഒരുപാട് പ്രേക്ഷകർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി വലിയേട്ടൻ സിനിമ കാണണം. മമ്മൂക്കനെ ഇനിയും വളർത്തണം. രക്ഷയില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 24 വർഷങ്ങൾക്ക് ശേഷം കാണല്ലേ. ഒന്നും പറയാനില്ല. മാറത്തുള്ളൂ. 99.9% മാറ്റങ്ങൾ ഈ പടത്തിലുണ്ട്. പക്ഷെ മമ്മൂക്കാക്ക് മാത്രം ഒരു മാറ്റമില്ല. അത് എന്നൊന്നും ഒരേപോലെ 1% മാറത്തുള്ളൂ. മമ്മൂക്ക മാത്രം വളരെ ഇഷ്ടപ്പെടുന്നു. കാരണം അന്നത്തെ ആളുകൾ ഇഷ്ടപ്പെട്ടു. ഈ പടം ഹിറ്റ് പടമല്ലേ. പിന്നെ ഇനി ഇതിനെക്കുറിച്ച് എന്ത് പറയാനാ. ഇതിൽ മേക്കിംഗ് ഒക്കെ ഇപ്പം രണ്ടാമത് അത് 4K അത് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കാണാൻ പറ്റി. നമുക്ക് നമ്മുടെ ഈ സിനിമയിൽ നിന്ന് വേർവിട്ട് പോയവരൊക്കെ ഇന്നസെൻ്റ് ചേട്ടനെ മടിച്ചേട്ടനൊക്കെ പിന്നെ BGM ഒക്കെ എക്സ്ട്രാ ഇത് ചെയ്തിട്ടുണ്ട് അവർ. എന്തായാലും നല്ലൊരു അനുഭവമാണ്. എല്ലാവർക്കും നല്ല 4K ഇപ്പം നമ്മൾ കാണുന്ന മലയാള സിനിമ അതേ രീതിയിൽ തന്നെ അവർ വീണ്ടും ഈ 2000-ലെ അടുത്ത പടം 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്. സൂപ്പർ. അന്ന് കണ്ട സെയിം എക്സ്പീരിയൻസ്. ഗൂസ് ബോംബ് സൂപ്പർ. ഗംഭീരം പറയണ്ടല്ലോ. നേരത്തെ നമ്മൾ കണ്ടതല്ലേ. നമ്മൾ തിയേറ്ററിലും TV വിയിലും കണ്ടത് പോലെയല്ല, പുതിയതായിട്ട് കാണുന്ന ഒരു അനുഭവമായിരുന്നു മമ്മൂക്കാടെ. എന്തായാലും ഒരുപാട് പേര് മിസ് ചെയ്തു. നമ്മുടെ മണിച്ചേട്ടനെ മിസ് ചെയ്തു, ക്യാപ്റ്റൻ രാജചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ വിട്ടുപിരിഞ്ഞ സുകുമാരി ചേച്ചി, ഇവരെയൊക്കെ മിസ് ചെയ്തു. എന്തായാലും അറക്കൽ മാധവനുണ്ണി മമ്മൂക്ക അറിയാം പൊളി. എന്തായാലും എല്ലാവരും വന്നു. മമ്മൂക്ക ഫാൻസൊക്കെ ഉണ്ട്. ഗംഭീരം. പുതിയ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് വിഷ്വലൊക്കെ അടിപൊളിയായിട്ട് നല്ല ഗംഭീരമാണ്. അടിപൊളി രോമാഞ്ചം തന്നെയാണ് ഇപ്പോഴും. ഞാനത് തിയേറ്ററിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാനത് ഇറങ്ങിയ സമയത്ത് 3 വയസ്സേ ഉള്ളൂ. ഭയങ്കര രോമാഞ്ചം. അന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. ഞാൻ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ജനിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് അവർ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയത്. അടിപൊളിയാണ്. രോമാഞ്ചം ഇപ്പോഴും മാറിയിട്ടില്ല. എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം. അടിപൊളിയാണ്. വന്നിട്ടില്ല നമ്മളെ സൂപ്പറായിട്ട് അടിപൊളി. ഓരോരോ ഒരു രക്ഷയും നല്ല സൂപ്പറായിട്ട് അടിപൊളി മേക്കിംഗ്. ഈ ലെവലിൽ കാണാൻ പറ്റുന്നത് നമുക്ക് വളരെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കണ്ട അതല്ല, വളരെ സൂപ്പറായിട്ട്. മമ്മൂക്കാണ് ഗംഭീര വേഷമാണ്, വരവേൽപ്പാണ്. ഗംഭീരമായിട്ട് 24 വർഷത്തിന് ശേഷം ഗംഭീര സിനിമ. മമ്മൂക്കയാണ് എൻ്റെ ഇപ്പം ഞാൻ വാൾപേപ്പർ കാണിച്ചു തരാം. അതെ, ഞാൻ കട്ട ഫാനാണ്. അതേ കണ്ട മമ്മൂക്കയുടെ അടുത്ത പടത്തിനുള്ള പോസ്റ്ററാണ് ബസൂക്ക എന്ന് പറയും. എന്താണെന്ന് അറിയാൻ പാടില്ല. സൂപ്പർ പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇക്ക